ഞാൻ ഈ അടുത്ത സമയത്ത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കൊട്ടേഷനുണ്ട്. അത് ഒരു ബുക്കിലെ ഒരു കൊട്ടേഷനാണ്. പക്ഷേ അതിൻ്റെ ഒരു സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബൈബിൾ സ്കൂളിൽ വെച്ച ഒരു ടീച്ചർ ഈ കാര്യം പറഞ്ഞപ്പോൾ നടന്ന ഒരു കാര്യമാണ്. കൊട്ടേഷൻ ഇതാണ്, ഒരു ബുക്കിലെ കൊട്ടേഷനാണ്. ക്രിസ്ത്യാനിറ്റി വാസ് എ ഫെലോഷിപ്പ് ഇൻ ജെറൂസലേം ആൻഡ് ഇറ്റ് ബിക്കേം എ ഫിലോസഫി ഇൻ ഗ്രീസ് ആൻഡ് ഇറ്റ് വാസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റോം ആൻഡ് എ കൾച്ചർ ഇൻ യൂറോപ്പ് ആൻഡ് ആൻ എന്റർപ്രൈസ് ഇൻ US. ക്രിസ്ത്യാനിറ്റി വാസ് എ ഫെലോഷിപ്പ് ഇൻ ജെറൂസലേം. ക്രിസ്ത്യാനിത്വം യെരുശലേമിൽ ഒരു കൂട്ടായ്മയായിരുന്നു. രണ്ട് രീതിയിലും. ഒന്ന്, യേശുവും ഞാനും തമ്മിലുള്ള കൂട്ടായ്മ, ഒരു ശരീരവും തലയും എന്ന നിലയിലുള്ള കൂട്ടായ്മ. രണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അവൻ്റെ മക്കൾ തമ്മിലുള്ള കൂട്ടായ്മ. ഇറ്റ് വാസ് എ ഫെലോഷിപ്പ്, ഒരു ഫെലോഷിപ്പ്. ശരിക്കും അത് ഒരു കൂട്ടായ്മയായിരുന്നു. ഇറ്റ് വാസ് എ ഫെലോഷിപ്പ് ഇൻ ജെറൂസലേം ആൻഡ് ഇറ്റ് ബിക്കെയിം എ ഫിലോസഫി ടു ദ ഗ്രീസ്. യവനന്മാർക്ക്, ഗ്രീക്ക് ആൾക്കാർക്ക്, ഗ്രീസിൽ എന്ന് പറഞ്ഞാൽ യവനന്മാർക്ക് അതൊരു തത്വശാസ്ത്രമായി. ഇറ്റ് ബിക്കെയിം എ ഫിലോസഫി. 1-ാം നൂറ്റാണ്ടിൽ തന്നെ പറ്റിയ പ്രശ്നമാണ്. ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ പറ്റിയ ഏറ്റവും വലിയ പ്രോബ്ലം, യേശുവിനെ വ്യക്തി എന്ന നിലയിൽ നിന്ന് ഒരു ആശയം എന്ന നിലയിലേക്ക് അവർ മാറ്റിക്കളഞ്ഞു. ഇന്നും നമുക്ക് പറ്റുന്ന പ്രശ്നം അതാണ്. ജീസസ് ഈസ് എ റിലീജിയസ് ഐഡിയ. Either he is a success equation. It is just like a scientific equation. നമ്മുടെ ഒരു ശാസ്ത്രീയ സമവാക്യം പോലെയാണ്. നമ്മൾ പറയുമല്ലോ E = mc² എന്നൊക്കെ പറയുന്നത് പോലെ, സക്സസ് ഈസ് ഈക്വൽ ടു ജീസസ്. യേശുവിനെ വേണോ? അല്ല, യേശുവിനെ വേണോ എന്നല്ല ചോദിക്കത്തില്ലല്ലോ. എന്താ സക്സസ് വേണോ? യേശുവിനെ സ്വീകരിക്കുക, ഇല്ലേ? നിനക്ക് വീട് വേണോ? നിനക്ക് കാറ് വേണോ? എന്ത് വേണോ? അത് തരാനായിട്ട് യേശു എന്ന് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ വാക്കുകളൊക്കെ അങ്ങ് മാറുവാങ്ങ്. ഇന്ന് രാത്രി, ടുനൈറ്റ് ജീസസ് ഈസ് ഹിയർ. യേശു ഇന്ന് രാത്രിയോടെ ഉണ്ട്. എന്തിനാ? നിനക്ക് ഒരു വീട് തരാനായിട്ട് യേശു വന്നിരിക്കുകയാണ്. അപ്പോൾ വീടുണ്ടല്ലോ, അതല്ല, വലിയ വീട് തരാൻ യേശു വന്നിരിക്കുകയാണ്. പിന്നെ നിനക്ക് കാറ് തരാൻ, അത് എനിക്കൊരു ചെറിയ കാറുണ്ടല്ലോ. ചെറിയ കാറല്ല, ദൈവമക്കളെല്ലാവരും വലിയ കാറ് വേണം നടക്കാൻ. വലിയ കാറ് തരാൻ യേശു വന്നിരിക്കുകയാണ്. നിനക്കൊരു ജോലി തരാൻ യേശു വന്നിരിക്കുകയാണ്. അല്ല, എനിക്കൊരു ജോലിയുണ്ട്. നിനക്ക് എന്നാ ജോലിയുള്ളത്? അതൊന്നുമല്ല ജോലി. നിന്റെ കമ്പനിയുടെ MD ആക്കാൻ പോവുകയാണ് ദൈവം. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഈ പ്രവാചകന്മാരും ഈ ക്രൂസൈഡുകാരും ചെയ്യുന്ന വലിയൊരു പാതകം. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാപങ്ങളിൽ ഒന്നായിട്ടാണ് പറയുന്നത് മോഹിക്കരുത് എന്ന് പറയുന്നത്. Am I right? പക്ഷെ ഇന്നത്തെ സകല പ്രോഫറ്റ്സും സകല ക്രൂസൈഡുകാരും ഇഷ്ടംപോലെ മോഹങ്ങളെ ഉണർത്തിവിടുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രവചനങ്ങളുമാണ് ഇന്ന് കേട്ട് നമ്മുടെ ചെവി മുഴുവൻ മുഴങ്ങി നിൽക്കുന്നത്. Am I right? They are making a big mistake. വലിയൊരു തെറ്റാണ് അവർ ചെയ്യുന്നത്. വേദപുസ്തകത്തിന്റെ നിയമത്തിന്റെ നേരെ വിപരീതമാണത്. നീ സ്വപ്നം കാണാനാണ് പറയുന്നത്. നീ സ്വപ്നം കാണും. നിന്റെ ചെറിയ സ്വപ്നം പോലെ വലിയ സ്വപ്നം കാണും. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്? എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നമാണോ? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നമാണോ? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നമാണോ? എനിക്ക് എന്നെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവനോട് സ്വപ്നം കാണാൻ പറഞ്ഞാൽ അവൻ സ്വപ്നം കാണുന്നത് വീഗാലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ റൈഡുള്ള ഒരു പാർക്കായിരിക്കും. ഏറ്റവും കുറഞ്ഞത് അവനൊരു പ്ലേ ഗ്രൗണ്ട് മാത്രമേ അവന് സ്വപ്നം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പ്ലേ ഗ്രൗണ്ട് സ്വപ്നം കണ്ട് നടക്കുന്ന കൊച്ചിനോട് നിങ്ങൾ പറയാണ് സ്കൂളിൽ പോകാൻ. അപ്പോൾ കൊച്ചെന്താ പറയും? പ്ലേ ഗ്രൗണ്ട് ഇത്രയും അടുത്തുള്ളപ്പോൾ എന്തിനാ പപ്പ ഈ വെറുതെ ആ സ്കൂളിൽ പോയി ഇരുന്ന് ബോറടിക്കുന്നത്? അപ്പോൾ നമ്മൾ പറയും കുഞ്ഞിനോട്, കുഞ്ഞെ, പ്ലേ ഗ്രൗണ്ട് ഒരു ദിവസത്തേക്കേ ഉള്ളൂ, പക്ഷെ എനിക്ക് നിന്നെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. ആമേൻ. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. കൊച്ചിന് പ്ലേ ഗ്രൗണ്ടിനപ്പുറത്ത് സ്വപ്നം കാണാൻ അറിയത്തില്ല. പക്ഷെ കൊച്ചിന് വേണ്ടി ആരാണ് സ്വപ്നം കാണുന്നത്? അപ്പനാണ് സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചക സഹോദരന്മാർ, മനുഷ്യനെ വെറുതെ മോഹിപ്പിക്കാതെ ദൈവത്തിന് അവരെക്കുറിച്ചുള്ള സ്വപ്നം എന്തെന്ന് പഠിപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, നിങ്ങളെ വിളിച്ച വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ട നാൾ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ന് ആവശ്യമുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ്. നമ്മൾ ആരും കർത്താവോട് ചോദിക്കുന്നില്ല, കർത്താവ് എന്തിനാ എന്നെ വിളിച്ചേ? പൗലോസ് പറയാ, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പിൻ. എന്തിനാ എന്നെ വിളിച്ചതെന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കുന്നില്ല. നമുക്ക് ദൈവം ഒരു മീൻസ് ആണ്. എൻ്റെ സ്വപ്നങ്ങൾ നിർവഹിച്ചു തരാൻ ദൈവം, നമ്മുടെ പ്രാർത്ഥന 99.9% പ്രാർത്ഥനയും എൻ്റെ സ്വപ്നങ്ങൾ നിർവഹിച്ചു തരാൻ ദൈവത്തെ നിർബന്ധിക്കുന്ന പ്രാർത്ഥനകളാണ്. ശരിക്കും പ്രാർത്ഥന അതല്ല. ദൈവത്തിൻ്റെ സ്വപ്നം നിർവഹിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടേണ്ടതിനാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്.
ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നമാണ് പ്രധാനം, അല്ലാതെ എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. മോഹങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. എനിക്ക് എന്നെക്കുറിച്ചുള്ള മോഹമല്ല, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള മോഹം, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം. അത് പ്രാപിക്കാനാണ് ഞാൻ പരിശ്രമിക്കേണ്ടത്. അതിനുള്ള ശക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. അല്ലാതെ എൻ്റെ സ്വപ്നങ്ങൾ നിർവഹിക്കാൻ ദൈവത്തെ ഉപയോഗിക്കുന്ന ഒരു തരം താണ ഒരു രാഷ്ട്രീയ നിലപാട് പോലെ ആയിരിക്കരുത് നമ്മളുടേത്. ഇന്ന് പക്ഷെ അങ്ങനെ വന്നിരിക്കുന്നത്. എൻ്റെ വോട്ട് തരാം, പക്ഷെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നീ സാധിക്കുകയാണെങ്കിൽ എൻ്റെ വോട്ട് നിനക്ക്. ഇതാ നമ്മൾ കർത്താവിനോടും പറയുന്നത്. ഞാൻ പറയുന്നതെല്ലാം നീ ചെയ്തു തരികയാണെങ്കിൽ ഞായറാഴ്ച ഞാൻ പള്ളി വന്നോളാം, ആരാധനയ്ക്ക് പങ്കെടുത്തോളാം. പിന്നെ മാസത്തിലൊരിക്കൽ ഒരു ഉപവാസം, രാവിലെ 9 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസത്തോടുകൂടെ ഞാൻ പങ്കെടുക്കാം. രാവിലെ 9 തൊട്ട് 1 മണി വരെ ഉപവാസത്തോടുകൂടി ഞാൻ പങ്കെടുത്തു കൊള്ളാം. ആർക്ക് വേണ്ടി ഇതൊക്കെ? ക്വസ്റ്റ്യൻ, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ്? അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവം തരുന്ന കാര്യങ്ങൾ കൊണ്ടല്ല നമ്മളെ നിറയ്ക്കേണ്ടത്, ദൈവത്തെ കൊണ്ട് തന്നെയാണ്. യേശുവിനെ നമ്മളൊരു മീൻസ് ആക്കുന്ന ഇന്നത്തെ സ്റ്റേജ് ഒരാശയം സക്സസ് ഇക്വേഷനായിട്ട് വന്നിരിക്കുകയാണ്. സക്സസ് ഇക്വേഷൻ എല്ലാവരും പറയുന്നതാണ്, നിനക്ക് വിജയം വേണോ, നീ യേശുവിൻ്റെ പിന്നാലെ പോവുക. അങ്ങനെ ഈ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൂടാതെ കുറച്ചുകൂടെ ആത്മീയം കൂടുമ്പോഴത്തേക്ക് നമ്മൾ റിലീജിയസ് ഐഡിയ ആയിട്ട് തന്നെയാണ്. ഗ്രീക്കുകാരുടെ പ്രത്യേകത ഏതാണ്? അവനൊരു ഫിലോസഫിയാണ്. കുറച്ചുകൂടെ ആത്മീയം കൂടുമ്പോൾ നമ്മൾ പറയും, അല്ല ബ്രദറെ, അങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം തന്നെയല്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അത് ഓർക്കണം. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ പുറകെ പോയേനെ. പക്ഷേ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ്, കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് യേശു മാത്രമേ ഉള്ളൂ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരു നാമവും ഇല്ല. അപ്പോൾ വല്ല വിധേനയും സ്വർഗത്തിൽ പോകാനുള്ള ഒരു ആശയമായിട്ട്, ഒരു റിലീജിയസ് ഐഡിയ ആയിട്ട് നമ്മൾ യേശുവിനെ തരം താഴ്ത്തിയിരിക്കുകയാണ്. യെരുശലേമിൽ അതെന്തായിരുന്നു? ഇറ്റ് വാസ് എ ഫെലോഷിപ്പ്. എങ്ങനെയുള്ള ഫെലോഷിപ്പ്? അവൻ തലയും ഞാൻ അവയവങ്ങളുമായിട്ട്, അവൻ മണവാളനും ഞാൻ മണവാട്ടിയുമായിട്ട്, അവൻ ഭർത്താവും ഞാൻ ഭാര്യയുമായിട്ടുള്ള റിലേഷനായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്രീക്കുകാർ വന്നിട്ട് അവരെന്ത് ചെയ്തു? യേശുവിനെ ഒരു ആശയമാക്കി, ഒരു ഫിലോസഫി ആക്കി. ഇനി when it was in Rome, it became an institution. റോമിൽ ചെന്നതോടുകൂടെ അതെന്തായി തീർന്നു? ഒരു പ്രസ്ഥാനമായി പോയി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനമായി പോയി. ഈ സ്ഥാപനത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥാപനം എപ്പോഴും ഒരു ബ്രാൻഡ് നെയിം ഉപയോഗിക്കും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പുറമേ ഒരു നല്ല പേര് കിട്ടാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ദോഹയിൽ ഒരു കടയിൽ കാപ്പി കുടിക്കാൻ കയറി. കാപ്പിക്കടയുടെ പേര് ആശാ ഭോസ്ലെ ഷോപ്പ് എന്ന്. ആശാ ഭോസ്ലെ അതിലേക്കൂടെ ഒക്കെ വന്നിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല, ഇനി അവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അവിടെ നമ്മൾ കാപ്പി കുടിക്കാൻ കയറുന്നതുകൊണ്ട് എല്ലാം ചിന്ത എന്നറിയാമോ? ആശാ ഭോസ്ലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന ചിന്ത. അവരൊരു ബ്രാൻഡ് അംബാസിഡർ ആണല്ലേ. അപ്പം പുറത്ത് കാണിക്കാനായിട്ട്, അതായത് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ നടത്താൻ അവരെന്ത് ചെയ്യുന്നു? ഒരു പേര് ഉപയോഗിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രശ്നം, അവർക്കൊരു ബ്രാൻഡ് അംബാസിഡർ വേണം. റോമൻ സഭയിൽ ചർച്ചിനെ അവരെന്താക്കി തീർത്തു? സ്ഥാപനമാക്കി. പക്ഷെ ഉപയോഗിച്ച പേരാരുടെയാണ്? യേശുവിൻ്റെയാണ്. യേശുവിൻ്റെ പേരിൽ അവർ പള്ളി പണിതു, യേശുവിൻ്റെ പേരിൽ കപ്പേളകൾ പണിതു, യേശുവിൻ്റെ പേരിൽ കൽപ്പനകളൊക്കെ, യേശുവിൻ്റെ പേരിൽ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ഇന്ന് റോമാസഭയൊന്നും പറയണ്ട, ഏത് സഭകളും യേശു ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. മാനമര്യാദയ്ക്ക് യേശു ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വസ്ഥമായിട്ടിരുത്തും, അല്ലെങ്കിൽ യേശുവിനെ ഇറക്കി വിടും. കാര്യം ബ്രാൻഡ് അംബാസിഡർ തിരിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ യേശുവിനെ തന്നെ അവർ ഇറക്കി വിട്ടുന്നിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നം അതാണ്. സഭയുടെ ഒരു പ്രശ്നം, ഇറ്റ് വാസ് എ ഫെലോഷിപ്പ് ഇൻ ജെറൂസലേം ആൻഡ് ഇറ്റ് വാസ് എ ഫിലോസഫി ടു ദ ഗ്രീക്ക് ആൻഡ് ഇറ്റ് വാസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റോം ആൻഡ് ഇൻ യൂറോപ്പ് ഇറ്റ് വാസ് എ കൾച്ചർ. യൂറോപ്പിൽ വന്നപ്പോഴത്തേക്ക് അതൊരു കൾച്ചറാണ്, ക്രിസ്തീയ സംസ്കാരം. അത് ക്രിസ്ത്യൻ കൾച്ചറിന്, ക്രിസ്ത്യൻ ക്യാരക്ടറല്ല, കൾച്ചർ. ഒരു കൾച്ചറായിട്ട് മാറുമ്പോൾ നഷ്ടപ്പെടുന്നത് ക്യാരക്ടറാണ്. യു അണ്ടർസ്റ്റാൻഡ്? അതിൻ്റെ ആ താഴോട്ടുള്ള അധോഗതിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇറ്റ് വാസ് എ ഫെലോഷിപ്പ് ഇൻ ജെറൂസലേം, ഇറ്റ് വാസ് എ ഫിലോസഫി ടു ദ ഗ്രീക്ക്, ഇറ്റ് വാസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു റോം ആൻഡ് ഇറ്റ് വാസ് എ കൾച്ചർ ഇൻ യൂറോപ്പ്. ഒരു കൾച്ചർ, ക്രൈസ്തവ സംസ്കാരം. എന്ത് സംസ്കാരം? രാജാവിൻ്റെ സംസ്കാരം, ക്രൈസ്തവ സംസ്കാരം, അല്ലാതെ വേറെ ഒന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ
അവരുടെ കൾച്ചർ, അവർ എന്ത് ഫോളോ ചെയ്തോ അതൊക്കെ ക്രിസ്ത്യൻ വേയിലൂടെ തിരിച്ചു മറിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യൻ കൾച്ചർ. പക്ഷേ കൾച്ചറല്ല പ്രധാനം. എന്താണ് പ്രധാനം? ക്യാരക്ടറാണ് പ്രധാനം. ക്രിസ്ത്യൻ ക്യാരക്ടർ അവർ നോക്കിയില്ല. പാവപ്പെട്ടവരെ സഹായിക്കാൻ അവർ നോക്കിയില്ല, ഇല്ലേ? മനുഷ്യന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല. ആ കൾച്ചർ, അവരുടെ ക്രിസ്ത്യൻ കൾച്ചറിനനുസരിച്ചുള്ള വലിയ കത്തീഡ്രലുകളും മറ്റുള്ള കാര്യങ്ങളും made it entirely different. And in US it was an enterprise. അമേരിക്ക വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു വ്യവസായമായി. ഒരു വ്യവസായം, പൈസ ഉണ്ടാക്കാനുള്ള ഒരു വ്യവസായമായി. പൈസയോ അതുപോലെയുള്ള എന്ത് കാര്യങ്ങളും. സോ അവിടെയെല്ലാം. അപ്പോൾ ഈ ബൈബിൾ സ്കൂളിൽ ഈ അധ്യാപകൻ ഇത് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 18 വയസ്സുള്ള ഒരു കൊച്ചവിടെ പഠിക്കുന്നുണ്ട്, പെൺകൊച്ചാണ്. അവൾ എന്നിട്ട് ചോദിച്ചു, സർ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. എന്താ ചോദിക്കാം? അപ്പം ആൻ എന്റർപ്രൈസ് മീൻസ് എ ബിസിനസ്, റൈറ്റ്? അമേരിക്ക വന്നപ്പോൾ ഇതെന്തായി തീർന്നു? വ്യവസായമായി. വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കച്ചവടം എന്ന് അദ്ദേഹം പറഞ്ഞു. യെസ്, പറ്റിപ്പോയി, എന്ത് ചെയ്യാനാ? സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. ക്രിസ്ത്യാനിത്വം ഇന്നൊരു കച്ചവടമാണ്. ഇറ്റ് വാസ് സപ്പോസ് ടു ബി എ ബോഡി, ഇസ്ന്റ് ഇറ്റ്? ശരിക്കും പറഞ്ഞാൽ അതൊരു ശരീരത്തിന്റെ ബന്ധമല്ലേ എന്നാ ടീച്ചർ പറഞ്ഞു. യെസ്. ഈ കൊച്ചിന്റെ അടുത്ത ചോദ്യം, ആൻഡ് സർ വാട്ട് ഡു യു കോൾ വെൻ എ ബോഡി ബിക്കംസ് എ ബിസിനസ്? സർ വാട്ട് ഡു യു കോൾ വെൻ എ ബോഡി ബിക്കംസ് എ ബിസിനസ്? ശരീരം വ്യവസായമാകുമ്പോൾ നിങ്ങൾ അതിനെ എന്താ വിളിക്കുന്നത്? ഇറ്റ് ഇസ് ഹാർലട്രി. ആ ടീച്ചർ പറഞ്ഞത്, അദ്ദേഹം എഴുതിയിരുന്നത്, അരമണിക്കൂർ നേരത്തേക്ക് ഞങ്ങളുടെ സ്കൂളിൽ ഒരാൾക്ക് പോലും മിണ്ടാൻ പറ്റിയില്ലെന്നാണ്. കാര്യം ഇന്ന് സംഭവിച്ചിരിക്കുന്നതാണ്. ഇറ്റ് ഹാസ് ബിക്കം എ ബിസിനസ്. എന്താ ബിസിനസിന്റെ പ്രത്യേകത? ബിസിനസ്സിനകത്ത് എല്ലാ കൂട്ടർക്കും ലാഭം വേണം. ബിസിനസ്സുകാരെ ചോദിക്കുന്ന ചോദ്യം ഇതേ ഉള്ളൂ, വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്? എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നീ ലാഭം എടുത്തോ, ഞാനും ലാഭം എടുക്കും. നീ കളിപ്പിച്ചോ, ഞാനും കളിപ്പിക്കും. പക്ഷെ എനിക്കെന്താണ് ഇതിനകത്തൊന്ന് കിട്ടാൻ പോകുന്നത്? അത്രയേ ഉള്ളൂ ചോദ്യം. നീ നഷ്ടപ്പെടുന്നതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ബിസിനസ്സിൽ റിലേഷൻ അല്ല ഉള്ളത്. ബിസിനസ്സിനകത്ത് എന്താ ഉള്ളത്? ലാഭമാണുള്ളത്. എവരിവെയർ ഇറ്റ് ഇസ് ദ സെയിം. ലാഭമില്ലാത്തൊരു ബിസിനസ്സിനാണ്, റിലേഷന് വേണ്ടി അല്ലല്ലോ ആരും ബിസിനസ് ചെയ്യുന്നത്, ആണോ? ആൻഡ് വെൻ എ ബോഡി ബിക്കംസ് എ ബിസിനസ്, ഇറ്റ് ഇസ് സ്പിരിച്വൽ ഫോർണിക്കേഷൻ. ശരിക്കും ശരീരം, ക്രിസ്തുവിന്റെ ശരീരം, ഞാൻ ക്രിസ്തുവിന്റെ അവയവമാണ്, അല്ലെങ്കിൽ ഞാൻ അവന്റെ മണവാട്ടിയാണ്, ഭാര്യയാണ്, അവന്റെ ഭർത്താവാണ്. അത് ബിസിനസ് ആകുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഒരു ഭാര്യ ഒരിക്കലും ചോദിക്കാത്ത ചോദ്യമാണ്. ഒരു വേശ്യ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ഭാര്യയും വേശ്യയും ഒക്കെ ഏകദേശം ഒരേപോലുള്ള പ്രവൃത്തികളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും ഒരു വേശ്യ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമുണ്ട്, ആഫ്റ്റർ ദിസ് വാട്ട് യു ആർ ഗോയിങ് ടു ഗിവ് മീ? ഇതിന് ശേഷം നീ എനിക്ക് എന്താ തരാൻ പോകുന്നത്? ഭാര്യ ഒരിക്കലും ചോദിക്കാത്ത ചോദ്യമാണ്. ഇതിന് ശേഷം അവൾക്കൊന്നും വേണ്ട, അവൾക്കുള്ള ഭർത്താവിനെ മതി, അവൾക്ക് വേറെ ഒന്നും വേണ്ട. ഇന്ന് ക്രിസ്തീയ സഭയിൽ ഇറ്റ് ഹാസ് ബിക്കം എ സ്പിരിച്വൽ ഫോർണിക്കേഷൻ, ബിക്കോസ് വി ആസ്ക് ഓൾവേസ് വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്, വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്, വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്. നമ്മളെല്ലാം ചോദിക്കുന്ന ചോദ്യം അതാ, എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? കർത്താവേ, ഞാൻ 21 വെള്ളിയാഴ്ച ഉപവാസം കൊടുത്താൽ നീ എനിക്കെന്ത് തരും? ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്നാൽ നീ എനിക്ക് എന്ത് തരും? വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ 500 രൂപ കൊടുത്താൽ നീ എനിക്ക് 5000 തരുമോ? വാട്ട് യു ആർ ഗോയിങ് ടു ഗിവ്? വാട്ട് യു ആർ ഗോയിങ് ടു ഗിവ്? നീ എന്താ ചെയ്യാൻ പോകുന്നത്? Then it is no more a relation between a husband and wife. It is a relation of a harlot. ഒരു വേശ്യയെ പോലെയാണ് നമ്മൾ കർത്താവിനോട് ഇടപെടുന്നത്. കർത്താവ് എത്ര വേദനിക്കുന്നുണ്ടായിരിക്കുന്നു ചിന്തിക്കുക. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ആഫ്റ്റർ ദിസ് വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ് എന്ന് ചോദിച്ചാൽ, പണം കൊടുത്താണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ കിടക്കുന്നതെങ്കിൽ എന്തൊരു കഷ്ടമായിരിക്കും അത്. പക്ഷേ ആത്മീയതയിൽ നമ്മൾ അത്ര ആലോചിക്കുന്നില്ല. പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റിലേഷനിലേക്കുള്ള ഒരു കാഴ്ചവെടുവയ്പ്പാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ബന്ധമാണ്, റിലേഷനാണ്. നിറയുന്നത് യേശുവിനെ കൊണ്ടായിരിക്കണം, അല്ലാതെ യേശു തരുന്ന കാര്യങ്ങളെ കൊണ്ടായിരിക്കരുത്. ഇറ്റ് ഈസ് എ ഫെലോഷിപ്പ്, ഇറ്റ് ഈസ് എ ഫെലോഷിപ്പ്, ഇറ്റ് ഈസ് എ ഫെലോഷിപ്പ്. അല്ലാതെ ഒരിക്കലും ഒരു ചോദ്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാവരും അങ്ങനെ ഒന്ന് തീരുമാനിക്കണം. വി ഷുഡ് ടെൽ ജീസസ്, ഐ വിൽ നെവർ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്, ബിക്കോസ് ഐ നീഡ് ഓൺലി യു. എനിക്ക് നിന്നെ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് നിന്നെ മാത്രം മതി എന്ന് പറയുന്ന ആളാണ് ഭാര്യ, അല്ലാത്തത് വേശ്യയാണ്. എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കുന്നത് ഒരു വേശ്യ മാത്രമാണ്. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇന്നത് നിർത്തണം. ഇനി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുത്, ഞാൻ ഇത് ചെയ്യാം, നീ എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭർത്താവിന് വേണ്ടി എന്തും വിട്ടുകളയാൻ ഭാര്യ തയ്യാറായിരിക്കും. അവളെല്ലാം വിട്ടിട്ട്, അവളുടെ വീടിന്റെ സകല കാര്യങ്ങൾ വിട്ടിട്ട്